മാഷേ, നമ്മുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുകയാണല്ലോ. അതെ. സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്ര ഇപ്പോൾ കാസർഗോഡ് നിന്ന് ഇന്നിപ്പോൾ 3 മണിക്ക് ആരംഭിച്ചു. അപ്പോൾ ഏതെങ്കിലും രീതിയിൽ ബി ജെ പിക്ക് ഇതൊരു രാഷ്ട്രീയ നേട്ടമുണ്ടാക്കി കൊടുക്കാൻ സാധിക്കുമോ? ഈ യാത്ര കൊണ്ട് ബി ജെ പിക്ക് എന്തെങ്കിലും ഗുണമുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ യാത്ര അവർക്ക് നടത്തിയേ പറ്റുള്ളൂ. കാരണം മറ്റെല്ലാവരും ഇപ്പോൾ കേരളത്തിൽ യാത്ര നടത്തി കഴിഞ്ഞല്ലോ. മുഖ്യമന്ത്രിയുടെ ഒരു നവകേരള സദസ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ കോലാഹലം ഉണ്ടാക്കിയൊരു വലിയ യാത്ര സമാപിച്ചു. കോൺഗ്രസ് അതിൻ്റെ ബദൽ യാത്രകൾ അല്ലെങ്കിൽ ബദൽ സദസ്സുകൾ, വിചാരണ സദസ്സുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് UDF-ൻ്റേതായിട്ട് നടന്നു. സ്വാഭാവികമായിട്ടും കേരളത്തിലെ 3ാമത്തെ മുന്നണി എന്നുള്ള നിലക്ക് ബി ജെ പിക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ, പൊളിറ്റിക്കൽ ക്യാമ്പയിൻ എന്നുള്ള നിലക്ക്. അപ്പോൾ അവരും അവരുടേതായ ഒരു യാത്ര, അവരുടെ എക്കാലത്തെയും വലിയ സ്വപ്നമായ അയോധ്യ ഉയർന്നല്ലോ. അപ്പം അതിനെയും കൂടി ഉയർത്തിക്കൊണ്ടാണ് യാത്ര. പുതിയ രാഷ്ട്രീയം വിശദീകരിക്കാനായിരിക്കണം തീർച്ചയായിട്ടും. അവരുടെ അജണ്ട തീർച്ചയായിട്ടും അതായിരിക്കുമല്ലോ. അതിൻ്റെ മുദ്രാവാക്യം തന്നെ അതാണല്ലേ, മോദിയുടെ ഗ്യാരണ്ടി. മോദിയുടെ ഗ്യാരണ്ടി. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ മോദിയാണ് അവരുടെ രാഷ്ട്രീയത്തിൻ്റെ കേന്ദ്രബിന്ദു. പ്രധാനമന്ത്രി ആയതുകൊണ്ട് മാത്രമല്ല, കേന്ദ്ര സർക്കാർ എന്നല്ല, മോദി. ശരിക്കും പറഞ്ഞ ഈ രാമക്ഷേത്രം അവരുടെ ഒരു വലിയൊരു വിജയം തന്നെയല്ലേ അത് നേടിയെടുക്കാൻ പറ്റിയത്? അത് അവരുടെ വിജയം ആവണമല്ലോ. കാരണം അവരെ വിജയത്തിലെത്തിച്ചതും അവരുടെ വിജയം. സത്യത്തിൽ രാമക്ഷേത്രം കൊണ്ടാണ് അവർ വിജയത്തിലെത്തിയത്. മന്ദിർ പൊളിറ്റിക്സ് ആണ് ബി ജെ പിയെ 1980 ശേഷമുള്ള ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ശക്തിപ്പെടുത്തിയ ഒരേ ഒരു അജണ്ട. ബാക്കിയൊക്കെ അതിൻ്റെ സബോർഡിനേറ്റ് ആയിട്ടുള്ള അജണ്ടകളാണ്. അപ്പോൾ അതിന് നന്ദി പറയാം. സത്യത്തിൽ മന്ദിറിനോട് നന്ദി പറയേണ്ടത്, അത് അങ്ങനെയാണ് വേണ്ടത്. അല്ലാതെ അവർ അധികാരത്തിൽ വന്നതുകൊണ്ട് പല ആളുകൾക്കും ഈ മാനിഫെസ്റ്റോയിൽ പറഞ്ഞ കാര്യം നടപ്പിലാക്കാൻ പറ്റുന്നില്ല. ബി ജെ പിന്റെ കാര്യത്തിൽ അത് വൻ വിജയമാണ്. പറഞ്ഞ പല കാര്യങ്ങളും നടപ്പാക്കി വരുന്നു എന്നുള്ളത് ശരിയോ തെറ്റോ ആവട്ടെ, ബി ജെ പി അജണ്ട, അവരുടെ മാനിഫെസ്റ്റോയിലുള്ള അജണ്ടകൾ ഒന്നൊന്നായി നടപ്പാക്കി വരുന്നു എന്നുള്ളത് പോസിറ്റീവ് തന്നെയാണ്. ഇപ്പോൾ നരേന്ദ്രമോദിക്ക് വോട്ട് ചോദിച്ചപ്പോൾ കഴിഞ്ഞൊരു ഡിസ്കഷനിൽ നരേന്ദ്രമോദിക്ക് 10ൽ എത്ര മാർക്ക് കൊടുക്കും എന്ന് ചോദിച്ചപ്പോൾ ഞാൻ 6 മാർക്ക് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കാരണം ഇതാണ്, അദ്ദേഹത്തോടുള്ള വിയോജിപ്പുകളൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ശരിയായാലും തെറ്റായാലും ഒരു തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ പറഞ്ഞ കാര്യങ്ങൾ അക്കമിട്ട് നടപ്പാക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളത് പോസിറ്റീവായൊരു കാര്യമാണല്ലോ. അത് തീർച്ചയായിട്ടും പോസിറ്റീവായൊരു കാര്യം തന്നെയാണ്. അത് ജനങ്ങളോട് പറയുമായിരിക്കും. കേരളത്തിലെ ജനങ്ങൾ പക്ഷേ നോർത്ത് ഇന്ത്യയിൽ എടുക്കുന്ന പോലെ അത് എടുക്കുമോ, അത് ഗുണത്തിലേറെ ദോഷം ചെയ്യുമോ തുടങ്ങിയ പൊളിറ്റിക്സ്. കാരണം കേരളത്തിൽ ഈ മന്ദിർ പൊളിറ്റിക്സ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വലിയ ആശങ്കയോടെയാണ് ഇടപെടുന്നത്. അയോധ്യയിലേക്ക് വേണമെങ്കിൽ പോയിക്കോട്ടെ, അന്ന് പോകരുത്. അയോധ്യയിലെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ രാമക്ഷേത്ര മന്ദിർ ഉയർച്ചയിൽ വലിയൊരു പിന്തുണ കേരളത്തിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഈ കലാരംഗത്ത് നിന്നായിക്കോട്ടെ, രേവതിയുടെ ഒക്കെ പ്രതികരണം വളരെ അത്ഭുതത്തോടു കൂടി ആളുകൾ നോക്കിയത്. കാരണം രേവതിയെ പോലുള്ള ഒരാളൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിച്ചു എന്നൊക്കെ ഉള്ളത്. അതെ, അത് രാമക്ഷേത്രം മാത്രമല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം എന്ന് വെച്ചാൽ കേന്ദ്രം ഭരിക്കുന്ന ഒരു ഗവൺമെൻറ് 2 ടേം ഭരിക്കുന്നു, 3ാം ടേമും ഭരിക്കും എന്നൊരു പ്രതീക്ഷ ഉണർത്തുന്നു. കലാകാരന്മാർ സ്വാഭാവികമായിട്ടും ഭരണകൂടത്തോട് ഏറ്റുമുട്ടാൻ മനസ്സുള്ളവരല്ല. അവരുടെ പെർഫോമൻസ്, അവരുടെ കലാജീവിതം, അതിനൊക്കെ വേണ്ടത് അവരുടെ സമാധാനം, അല്ലെങ്കിൽ അവർക്ക് ഗവൺമെൻറ്റിൻ്റെയൊക്കെ അംഗീകാരം, സൗകര്യങ്ങൾ, സഹായങ്ങളൊക്കെ വേണ്ടി വരും. അതുകൊണ്ട് ദീർഘകാലത്തേക്ക് കേന്ദ്രം ഭരിക്കുന്നൊരു ഗവൺമെൻറ്റിനോട് നല്ല കലാകാരന്മാർ ദീർഘകാലാടിസ്ഥാനത്തിൽ പോരാടാൻ നിൽക്കില്ല. അതുകൂടിയാണ് സംഭവിച്ചത്. അക്കൂട്ടത്തിൽ ചിത്രചേച്ചിയെ പോലുള്ളവർക്കൊക്കെ ക്ഷേത്രം അവരുടെ ഒരു വിശ്വാസത്തിൻ്റെയും കൂടി പ്രശ്നമാണ്. രണ്ടും കൂടി ചേർന്നാണ് സംഭവിച്ചിട്ടുണ്ടാവുക. എന്തായാലും കേന്ദ്രം ഭരിക്കുന്ന മോദിയിൽ കേന്ദ്രീകരിച്ച് ബി ജെ പിയുടെ ഒരു സ്ട്രാറ്റജി, ഒരു തന്ത്രപരമായ നീക്കം, ഒരു വ്യക്തിയെ, ഈ ഇന്ത്യൻ മനസ്സിന് അങ്ങനെ ഒരു ദൗർബല്യമുണ്ട്. ഞങ്ങൾ നേരത്തെ സംസാരിക്കുകയായിരുന്നു. ഇന്ത്യൻ മനസ്സിന് ദൗർബല്യമുണ്ട്. ഒരാളിൽ ഒരു മഹാരാജാവിനെ അല്ലെങ്കിൽ ഒരു രാജകുമാരനെ ഒക്കെ പ്രതിഷ്ഠിക്കുന്ന ഒരു രീതിയുണ്ട്. ആ മാനസികാവസ്ഥ അല്ലെങ്കിൽ ആ സൈക്കോളജി വളരെ കൃത്യമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് ബി ജെ പി തുടരുന്നത്. അതുകൊണ്ടിപ്പോൾ സുരേന്ദ്രൻ്റെ ജാഥയിലെയും പ്രമേയം അത് തന്നെയായിരിക്കും, മോദിയുടെ ഗ്യാരണ്ടി. അത് മനഃപൂർവ്വം ഞാൻ വിചാരിച്ചത് നല്ല ടാഗ് ലൈനാണ്. പക്ഷേ മോദി തന്നെ അത് പറയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് അത് അദ്ദേഹത്തെ സെൽഫ് മാർക്കറ്റിങ്ങിന് വേണ്ടി സാധാരണ ഉപയോഗിക്കുന്ന ഒരു വില കുറഞ്ഞ തന്ത്രമല്ല. ബി ജെ പിയുടെ NDAയുടെ കൃത്യമായ ഒടുവിൽ രൂപപ്പെടുത്തിയ ഒരു മുദ്രാവാക്യം മോദി പോലും പറയുന്നു എന്നേ ഉള്ളൂ. എല്ലാവരും പറയാൻ തീരുമാനിച്ച ഒന്നാണ്. അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ 2024 തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയാകെ മുഴങ്ങാൻ പോകുന്നൊരു മുദ്രാവാക്യം മോദിയുടെ ഗ്യാരണ്ടി തന്നെയാണ്. അത് കേരളീയ മനസ്സിൽ എന്തുമാത്രം ഉറപ്പിക്കാനും എന്തുമാത്രം അതിൻ്റെ ഫലം കൊയ്യാനും പറ്റുമെന്നായിരിക്കും സുരേന്ദ്രൻ്റെ ജാഥ ഉദ്ദേശിക്കുന്നത്.
കേന്ദ്രം നിരവധി പദ്ധതികൾ കേരളത്തിനായിട്ട് നൽകുന്നുണ്ട്. അതൊക്കെ നമ്മുടെ സർക്കാർ, കേരള സർക്കാർ അടിച്ചു മാറ്റുന്ന ഒരു പ്രവണത ഉണ്ട് എന്നാണ് പലരും പറയുന്നത്. അതിനെ ശരിക്കും ക്യാമ്പയിൻ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ ഇവർ ഈ യാത്ര കൊണ്ട് ശരിക്കും ശ്രമിക്കേണ്ടത്? അതും കൂടി ആയിരിക്കും അല്ലേ? തീർച്ചയായും. പക്ഷേ ഈ അടിച്ചു മാറ്റുക എന്നൊക്കെ പറയുന്നത് ഒരു ഫെഡറൽ സംവിധാനത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ചെയ്യുന്നതും രാജ്യത്തിന് വേണ്ടിയാണല്ലോ. കേരളം ഇന്ത്യക്ക് പുറത്തല്ലല്ലോ. പക്ഷേ കേന്ദ്രം ഒന്നും തരുന്നില്ല എന്ന് കേരള ഗവൺമെൻറ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കേന്ദ്രം തന്നതിൻ്റെ കണക്ക് പറയാൻ ഈ ജാഥ നല്ലതാണ്. ഞാൻ പറയുന്നത് ജനാധിപത്യത്തിൽ അങ്ങനെ ചില ഗുണം ചെയ്യും. BJP പറയേണ്ടത്, കേന്ദ്രം ഭരിക്കുന്ന ഭരണകക്ഷി കേരളത്തിൽ പറയേണ്ടത്, പ്രത്യേകിച്ചും കേന്ദ്ര ഭരണകക്ഷിക്ക് എതിരായ ഒരു മുന്നണി നാട് ഭരിക്കുന്ന സമയത്ത് കേന്ദ്രം യഥാർത്ഥത്തിൽ എന്ത് ചെയ്തു എന്ന് അക്കമിട്ട് ജനങ്ങളോട് പറയാൻ ജനാധിപത്യത്തിലെ ഒരു അനിവാര്യതയാണ് ഇത്തരം ജാഥകൾ. ഇത് ശരിക്കും BJP അതിൽ പരാജയമല്ലേ? കാരണം അവർ ഇതിനെ വലിയ രീതിയിൽ യൂസ് ചെയ്യുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ട്. കാരണം ഇത്തരം പദ്ധതികളെ ഉയർത്തിക്കാണിച്ചുകൊണ്ട് വോട്ട് പിടിക്കാൻ പകരം ഈ രാമക്ഷേത്രവും മറ്റു വിഷയങ്ങളൊക്കെ അല്ലേ? അങ്ങനെ അല്ല, രാമക്ഷേത്രം അവർക്ക് രണ്ട് പ്രശ്നമാണുള്ളത്. ഒന്ന്, ഓരോ സംസ്ഥാനത്തെയും ഒരു പാർട്ടിക്ക് തന്നെ ഓരോ സംസ്ഥാനത്തും ഇന്ത്യ വളരെ ബൃഹത്തായ ഒരു രാജ്യമാണല്ലോ. ആ രാജ്യത്തിൻ്റെ ഓരോ കോണിലും ഓരോ സംസ്ഥാനത്തും വ്യത്യസ്തങ്ങളായ സംസ്കാരങ്ങളുണ്ട്, വ്യത്യസ്ത ബോധ നിലവാരമുണ്ട്, വ്യത്യസ്ത സാക്ഷരതയുണ്ട്, വ്യത്യസ്ത രാഷ്ട്രീയ അഭിരുചിയുണ്ട്, വ്യത്യസ്ത രാഷ്ട്രീയ പാരമ്പര്യമുണ്ട്. അപ്പോൾ കേരളത്തിന് ചേർന്ന ഒരു സ്ട്രാറ്റജി ഇന്ത്യയിൽ നിന്ന് വ്യത്യസ്തമായി രൂപപ്പെടുത്തി മുന്നോട്ട് പോകാൻ BJPക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ അതുകൊണ്ട് തന്നെ BJP അറച്ചു നിന്ന് പതുക്കെ ഉള്ള അവസ്ഥയിൽ നിന്ന് പുറകോട്ട് പോയൊരവസ്ഥയുണ്ടായിരുന്നു. ഇപ്പം നരേന്ദ്രമോദി കഷ്ടപ്പെട്ടാണെങ്കിലും ദേശീയമായ ഒരു ഏകദാനമായ അജണ്ട, ഇന്ത്യക്കൊട്ടാകെ ഒരു അജണ്ട, ഒരു പേര്, ഒരു മോദി, ഒരു വൺ ഇന്ത്യ, വൺ ടാക്സ്, വൺ പെൻഷൻ എന്നൊക്കെ പറയുന്നത് പോലുള്ള ഒരു വൺ നെയിം ഉയർന്നു വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ കേരളത്തിന് മാത്രമായി സവിശേഷമായ ഒരു രാഷ്ട്രീയം രൂപപ്പെടുത്തുന്നതിൽ പരാജയപ്പെട്ട കേരള BJPക്ക് ഇനി ചെയ്യാവുന്ന കാര്യം കേന്ദ്രം രൂപപ്പെടുത്തി കേരളത്തിന് കൊടുത്തിരിക്കുന്ന പുതിയ അജണ്ടയെ കേരളീയ മനസ്സിൽ എത്തിക്കാൻ കഴിയുമോ ഇല്ലയോ എന്ന പരീക്ഷണമാണ്. അക്ഷരാർത്ഥത്തിൽ കേരള BJPക്ക് വലിയ വെല്ലുവിളി നിറഞ്ഞ ഒരു ജാഥയായിരിക്കും ഈ ജാഥ നാം വിചാരിക്കുന്നത്. ജാഥ നടത്താനല്ല, ജാഥയുടെ റിസൾട്ട് ഉണ്ടാക്കാൻ. ഇപ്പോൾ നരേന്ദ്രമോദി എന്ന വ്യക്തി ഇന്ത്യയിലൊട്ടാകെയും സുരേഷ് ഗോപി എന്ന വ്യക്തി തൃശ്ശൂരിൽ മാത്രമായും ഉണ്ടാക്കുന്ന ഒരു വ്യക്തിത്വം ഉണ്ടല്ലോ. അത്തരം വ്യക്തിത്വങ്ങളെ കേന്ദ്രീകരിച്ചിട്ട് വ്യക്തിത്വങ്ങളുടെ ഒരു കോംപ്ലക്സ് ഓഫ് പേഴ്സണാലിറ്റീസ്, അങ്ങനെ കേരളത്തിൽ 8-10 പേഴ്സണാലിറ്റീസിനെ ഒരു മണ്ഡലം കേന്ദ്രീകരിച്ച് ഉണ്ടാക്കിയെടുത്താലും BJPക്ക് രക്ഷപ്പെടാൻ പറ്റും. അതിനും ശ്രമങ്ങൾ നടന്നിട്ടില്ല ഈ കാലം വരെ. അപ്പോൾ പുതിയ ദേശീയ മാതൃകയുടെ അടിസ്ഥാനത്തിൽ അങ്ങനെയുള്ള പരീക്ഷണങ്ങളെങ്കിലും നടത്തിയ പരീക്ഷണങ്ങളിൽ നിന്ന് പോലും പുറകോട്ട് പോയി. പാലക്കാട്ട് ശ്രീധരേട്ടനെ മുൻനിർത്തി ഒരു നീക്കം നടത്തി. ദയനീയമായി അവർ തന്നെ പരാജയപ്പെടുത്തി എന്നാണ് ജനങ്ങൾ പറയുന്നത്. ശോഭാ സുരേന്ദ്രനെ എത്രത്തോളം സാധ്യതയുണ്ടെന്ന് എനിക്കറിയില്ല. എന്തായാലും അങ്ങനെയെങ്കിലാണ് ഇനിയുള്ളൊരു സാധ്യത. അതായത് കേരളത്തിൽ മതം പറഞ്ഞുകൊണ്ട് ഇതിന് ശ്രമിച്ചു കഴിഞ്ഞാൽ കിട്ടില്ല. പകരം കേന്ദ്രത്തിൻ്റെ പദ്ധതികളെയൊക്കെ പ്രചാരണ വിധേയമാക്കണം. അതല്ലേ മാഷ് പറഞ്ഞു? രണ്ട് തരത്തിലാണ്. ഒന്നെന്ന് വെച്ചാൽ, ഒന്ന് കേരളത്തിൻ്റെ മനസ്സ് പതുക്കെ ഒരു വിശ്വാസത്തിൻ്റെയും ആത്മീയതയുടെയും ഒരു തലത്തിലേക്ക്, ഒരു ആത്മീയമായ തലത്തിലേക്ക്, ശുദ്ധ ഭൗതികവാദികളായിരുന്നവർ പോലും ഒരു ആത്മീയമായ സാന്ത്വനത്തിൻ്റെയൊക്കെ ഒരു വഴിയിലേക്ക്, ഒരു സുഖചികിത്സയുടെയൊക്കെ ഒരു തണുപ്പിലേക്ക് പോകുന്നുണ്ട്. ആ മനസ്സിന് ഉപയോഗപ്പെടുത്താൻ പറ്റിയാൽ നല്ലതാണ് തീർച്ചയായിട്ടും. അത് പക്ഷേ ഇപ്പോഴും കേരളത്തിലെ ഒരു നിർണായക ശക്തിയായിട്ട് അത് മാറിയിട്ടില്ല. എനിക്ക് തോന്നുന്നില്ല അത്തരത്തിലേക്ക് കേരളത്തിലെ നിലവിലുള്ള പൊളിറ്റിക്കൽ രാഷ്ട്രീയ ഘടനയിൽ ഒരു 10% പോലും ആ സ്വാധീനം ഇപ്പോഴും വരുത്തിയിട്ടില്ല. ഇവിടുത്തെ സ്വാധീനം മറിച്ചാണ്. ഇവിടുത്തെ സ്വാധീനം വ്യക്തികളെ കേന്ദ്രീകരിച്ച് പാർട്ടികൾക്ക് അതീതമായി വ്യക്തികളെ ശ്രദ്ധിക്കുകയും അവരെ വിലയിരുത്തുകയും വോട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു കൾച്ചർ കേരളത്തിൽ വന്നിട്ടുണ്ട്. അത് ഉപയോഗപ്പെടുത്താൻ പറ്റുമോ? തീർച്ചയായിട്ടും അതുണ്ട് ഇപ്പോൾ. അതുകൊണ്ടാണ് ആളുകൾക്ക് ഇപ്പോൾ ശ്രീധരേട്ടനെ ശ്രദ്ധിച്ചത്. ആളുകൾ ഇപ്പോൾ ചിത്രയേച്ചി പറയുമ്പോൾ അവർക്ക് പൊളിറ്റിക്സ് ഒന്നും അറിഞ്ഞിട്ടല്ല, എന്തിനാണ് അവരെ മെക്കിട്ട് കയറുന്നത് എന്നും സാധാരണ മനുഷ്യരൊക്കെ, പാട്ട് കേൾക്കുന്ന എല്ലാ മനുഷ്യരും ചോദിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള വ്യക്തികളെ കേന്ദ്രീകരിച്ച്, ഒന്നിലേറെ അല്ലെങ്കിൽ അനേകം വ്യക്തികളെ കേന്ദ്രീകരിച്ചുള്ള ഒരു പരീക്ഷണത്തിന് തയ്യാറായാൽ നല്ലതാണ്. തൽക്കാലം ചെയ്യാവുന്നത് ഈ ജാഥയിൽ 2 കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയാണ്. കേരളത്തിന് മോദി മുഖേന കിട്ടിയ ആനുകൂല്യങ്ങളെ ബോധ്യപ്പെടുത്തുക, ഇന്ത്യക്കൊട്ടാകെ മോദി ഉണ്ടാക്കിയ നന്മകളെ പ്രചരിപ്പിക്കുക, മോദി എന്ന വ്യക്തി ഇന്ത്യക്ക് നൽകുന്ന പ്രതീക്ഷയെ പഠിപ്പിക്കുക. ഒന്ന്. രണ്ടാമത്തെ കാര്യം, കേരളത്തിന് കിട്ടിയില്ല, കേരളത്തിന് ആനുകൂല്യങ്ങളൊക്കെ തടഞ്ഞു വെച്ചിരിക്കുന്നു എന്ന് പറയുന്നതിന് ഇപ്പോൾ നമ്മുടെ ധനകാര്യമന്ത്രിയൊക്കെ പറയുന്ന കണക്ക് വെച്ചിട്ട് വിശ്വാസയോഗ്യമായി നമുക്കും തോന്നുന്നുണ്ട്. അതങ്ങനെ അല്ല എന്ന അതിൻ്റെ മറുവശം കേരളത്തെ പഠിപ്പിക്കാൻ, വെറുതെ പറഞ്ഞു പോയാൽ പോരാ, പഠിപ്പിക്കാൻ BJP ബാധ്യസ്ഥരാണ്. ഈ BJPയുടെ നിലവിലുള്ള നേതൃത്വത്തെ BJP ഇഷ്ടമാണ്, പക്ഷേ കേരള നേതൃത്വം പോരപ്പ, സുരേന്ദ്രൻ്റെ ഇതിലൊന്നും പോരാന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്.
അത് എനിക്ക് തോന്നുന്നു സുരേന്ദ്രൻ അങ്ങനെ വ്യക്തി എന്ന നിലയിൽ അത്ര മോശക്കാരനായതുകൊണ്ടല്ല. ഒരു രീതി പുള്ളിയുടെ കേരളത്തിൻ്റെ ഒരു സൈക്ക്, പ്രത്യേകിച്ച് പൊളിറ്റിക്കൽ സൈക്ക് വളരെ സങ്കീർണമാണ്. അത് മനസ്സിലാക്കിയിട്ട് സ്ട്രാറ്റജി, നയപരിപാടികൾ, അടവു നയങ്ങൾ, പരിപാടികൾ, തന്ത്രങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ സുരേന്ദ്രൻ വന്നപ്പോൾ മാത്രമല്ല, അതിന് മുമ്പും പരാജയമാണ്. ഒറ്റപ്പെട്ട ഒ രാജഗോപാൽ എന്നൊരു പ്രതിഭാസം അന്നത്തെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിൽ വന്നു എന്നുള്ളത് ഒഴിച്ചാൽ BJP രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കിയിട്ടില്ല കേരളത്തിൽ. പക്ഷേ BJP അനുകൂലമായ ഒരു മനസ്സ് പതുക്കെ കേരളത്തിൽ രൂപപ്പെട്ട് വരുന്നുണ്ട്. അതിനെ എൻഗേജ് ചെയ്യണം, വോട്ടാക്കി മാറ്റണം, തന്ത്രങ്ങൾ രൂപീകരിക്കണം. അതായിരിക്കും ഇനിയുള്ള കാലത്തെ ഈ ജാഥയും അതിന് ശേഷമുള്ള പൊളിറ്റിക്സ്. നേതൃത്വത്തിൽ ഒരു മാറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി BJPക്ക് മെച്ചപ്പെടാൻ പറ്റും തോന്നുന്നു. അങ്ങനെ പ്രതീക്ഷിക്കാവുന്ന ഒരു നേതൃത്വം, ഇപ്പോൾ സുരേഷ് ഗോപിയെ പോലുള്ള ഒരാൾ രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് വരുമെന്ന് എനിക്കറിയില്ല. ഇനി വന്നാൽ തന്നെ അദ്ദേഹത്തിന് ഈ ഒരു മെക്കാനിസത്തെ, മെഷീനറിയൊക്കെ കൂട്ടിപ്പിടിച്ച് കൊണ്ടുപോകാൻ പറ്റുമോ എന്നും സംശയിക്കണം. ഇപ്പോഴത്തെ അവസ്ഥയിൽ കെ സുരേന്ദ്രൻ മോശമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ താരതമ്യേന ശുദ്ധന്മാരായ ഒരുപാട് പേരെ ഇതിന് മുമ്പ് പരീക്ഷിച്ചതാണ്. ശുദ്ധത കൊണ്ട് മാത്രം രക്ഷപ്പെടില്ല. കുമ്മനം വന്നതാണ്, ഒ രാജഗോപാൽജി വന്നു പോയതാണ്, അതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടില്ല. പക്ഷേ കേരളത്തിന് ചേർന്ന ഒരു നേതൃത്വം ഇനി ഉണ്ടായി വരേണ്ടിയിരിക്കുന്നു എന്ന് പറയാം. പക്ഷേ രണ്ടാം നിരയിലോ മൂന്നാം നിരയിലോ അങ്ങനെയുള്ള അടയാളങ്ങൾ നമ്മൾ കാണുന്നില്ല. അതുകൊണ്ട് സുരേന്ദ്രൻ തന്നെ കേരളത്തിന് ആവശ്യമായ വിധത്തിൽ പാകപ്പെട്ട് പരുവപ്പെട്ട് സ്വയം മാറുകയും പാർട്ടി അദ്ദേഹത്തെ മാറ്റിയെടുക്കുകയും പുതിയ നയപരിപാടികളോട് അദ്ദേഹത്തെ അവതരിപ്പിക്കുകയും ചെയ്യുകയായിരിക്കും ഒരേ ഒരു സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്. പാർലമെൻ്ററി പൊളിറ്റിക്സ് അവരുടേതെല്ലാം തീരുമാനിക്കുക, പാർട്ടിയുടേതല്ല. പാർലമെൻ്ററി പൊളിറ്റിക്സിൽ ജയിക്കാനുള്ള ആളുകളെ വേറെ കണ്ടെത്തുക, അവരെ ഫീൽഡ് ചെയ്യുക, അവരെ ക്യാമ്പയിൻ ചെയ്യുക. അതായിരിക്കും സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് തന്നെയായിരിക്കും BJP ഇനിയുള്ള കാലം ഉദ്ദേശിക്കുന്നത് എന്ന് രാഷ്ട്രീയ നിരീക്ഷകന്മാരെന്ന നിലയിൽ, രാഷ്ട്രീയ വിദ്യാർത്ഥികൾ എന്ന നിലയിൽ നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നു. തൃശ്ശൂരിൽ തന്നെയായിരിക്കും ഇവരുടെ മെയിൻ ക്യാമ്പയിനിങ് എന്തായാലും ഉണ്ടാവുക. ഈ യാത്രയുടെ A ക്ലാസ് മണ്ഡലമായിട്ടാണ് അവർ വിലയിരുത്തുന്നത്. തൃശ്ശൂരിനപ്പുറം വേറെ എവിടെയെങ്കിലും അവർക്കൊരു സാധ്യതകളൊക്കെ ഉണ്ട്. വേണമെങ്കിൽ ഇപ്പോഴും ഈ കണ്ണൂർ, നിങ്ങളുടെ കാസർഗോഡിൻ്റെ ഒരു പൊളിറ്റിക്സ് വേണമെങ്കിൽ ഇപ്പോഴത്തെ ഒരു മനസ്സ് വെച്ചൊക്കെ ഒരു ആലോചിച്ചെടുക്കാവും. മഞ്ചേശ്വരത്ത് 87 വോട്ടിന് തോറ്റ ആളാണ് സുരേന്ദ്രൻ. 87 വോട്ടിന് തോറ്റതാണ്. അതിന് മുമ്പ് പലപ്പോഴും ചെർക്കള അബ്ദുള്ള ജയിച്ചിരുന്നത് ഈ UDF LDF അടിയൊഴുക്കിലൂടെയൊക്കെയാണ്. സാധ്യതകളൊക്കെ പലയിടത്തും ഉണ്ട്. പക്ഷേ ജയിപ്പിക്കാനുള്ള സ്ട്രാറ്റജി ഉണ്ടാവണം, തമ്മിലടി ഒഴിവാക്കണം, കാലുവാരൽ ഒഴിവാക്കണം, ഗ്രൂപ്പിസ് ഒഴിവാക്കണം. സാധ്യതയുണ്ട്. എനിക്ക് തോന്നുന്നു വരട്ടെന്നേ. എന്തായാലും മോഡിയുടെ ഗ്യാരണ്ടി വോട്ടായി തീരുമോ എന്ന് നമുക്ക് ഉറ്റുനോക്കാം. അത് തന്നെയാണ് കേരളത്തിൻ്റെ ഈ ജാഥയിലുള്ള ഉറ്റുനോട്ടം. ഓക്കെ, റൈറ്റ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.